യന്ത്രവൽക്കരണത്തിന്റെ കറുത്ത കൈകളിൽ അമർന്ന് ഇല്ലാതായ പാരമ്പര്യ തൊഴിലുകളിലൊന്നാണ് കൊല്ലപ്പണി. ലോകയുഗം മുതൽ മനുഷ്യൻ തീയുടെ സഹായത്തോടെ ഇരുമ്പിനെ പഴുപ്പിച്ച് തന്റെ സംരക്ഷണത്തിനും ഇര തേടാനും ഉപയോഗിച്ചിരുന്ന കാലം മുതൽ തുടർന്നു പോന്ന കൊല്ലപ്പണി ആധുനിക യന്ത്രങ്ങളുടെ കടന്നുകയറ്റത്തോടെ ഇല്ലാതായി. എന്നാൽ അപൂർവങ്ങളായാണ് നാട്ടിൽ കൊല്ലപ്പണി കാണാൻ സാധിക്കുന്നത്. ഊതിക്കത്തിക്കുന്നതിന് പകരം ചക്രം കറക്കി അതിലൂടെ കാറ്റുവരുത്തി തീ പടർത്തി ചിരട്ടക്കരിയിട്ട് കത്തിച്ച് അതിൽ ഇരുമ്പ് വെച്ച് പഴുപ്പിച്ചാണ് വിവിധ രൂപത്തിലുള്ള ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അത് ഇന്ന് പുതുതലമുറയ്ക്ക് പഴങ്കഥയാണ്. എന്നാൽ യുവതലമുറ മൊബൈൽ ഫോണിന് പിന്നാലെ ഓടുമ്പോൾ പൈതൃകമായി ലഭിച്ച കൊല്ലപ്പണി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപം കൊല്ലപ്പണി എടുക്കുന്ന അനീഷ് എന്ന ചെറുപ്പക്കാരൻ. ചിറ്റാരിക്കാലിനടുത്ത് കൊല്ലപ്പണി ചെയ്തു വന്ന ഇയാൾ അടുത്ത കാലത്താണ് ഇവിടേക്ക് വന്നത്. ഒട്ടുമിക്കവാറും എല്ലാ ഇരുമ്പായുധങ്ങളും അനീഷ് ആലയിൽ പണി കഴിക്കും. കത്തി, തൂമ്പ, കോടാലി, മൺവെട്ടി തുടങ്ങിയ മിക്കവാറും ഉപകരണങ്ങൾ ഇയാൾ നിർമ്മിക്കുകയും ചെയ്യും. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി പാർത്ത അനീഷിന്റെ അപ്പനപ്പൂപ്പന്മാരെല്ലാം കൊല്ലപ്പണിക്കാരായിരുന്നു. ആ പാരമ്പര്യം നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ. എന്നാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളും ഫാക്ടറികളിൽ നിന്ന് നിർമ്മിച്ചു വരുന്നതിനാൽ പണി തീരെ കുറവാണെന്നാണ് അനീഷ് പറയുന്നത്. കത്തികളും തൂമ്പകളുമാണ് അധികവും കാച്ചാൻ കൊണ്ടുവരുന്നത്. എങ്കിലും JCBകളും ഹിറ്റാച്ചിയും അതുപോലെ കാട് വഹിക്കുന്ന മെഷീനും വന്നതോടെ ആ പണിയും കുറഞ്ഞു. കൈകൊണ്ട് കാച്ചിമുക്കിയെടുക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം അറിയുന്ന മിക്കവാറും എല്ലാവരും തന്റെ അടുത്ത് എത്താറുണ്ടെന്നാണ് അനീഷ് പറയുന്നത്. എങ്കിലും ഈ കാലഘട്ടത്തിൽ ഈ കുലത്തൊഴിൽ ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ.